ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു 5 ഹോളിവുഡ് ആക്ഷൻ മൂവീസിനെ പറ്റിയാണ്. അതിൽ അഞ്ചാമത്തെ മൂവി 2022 ഇറങ്ങിയ ദി ഗ്രേ മാൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവി എനിക്ക് ഇഷ്ടപ്പെടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഈ മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ധനുഷാണ്. രണ്ടാമത്തത് മാർവൽ സൂപ്പർ ഹീറോസ് മൂവീസൊക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടേഴ്സാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി ലൈനിനെ പറ്റി ഞാനൊന്നും പറയത്തില്ല, കാരണം എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആയിരിക്കും. പക്ഷേ ഈ മൂവിയിൽ ധനുഷിൻ്റെ ക്യാരക്ടർ കാണാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഈ മൂവി കാണാവുന്നതാണ്. കാരണം അദ്ദേഹത്തിന് നല്ല റോളാണ് ഡയറക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ മൂവി 2024 ഇറങ്ങിയ ബീ കീപ്പർ എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവിയിൽ ബീ കീപ്പേഴ്സ് ആയിട്ടുള്ള ഒരു സീക്രട്ട് ഏജൻസി ഉണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം റിട്ടയർമെൻ്റ് എടുത്ത് ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരു ഏജൻറ്റിൻ്റെ സ്റ്റോറിയാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. എന്നാൽ കുറച്ച് ഓൺലൈൻ തട്ടിപ്പുകാർ അദ്ദേഹത്തിൻ്റെ നെയ്ബറായിട്ടുള്ള ഒരാളുടെ പണമെല്ലാം തട്ടിയെടുക്കുകയും ആ വിഷമത്തിന് അയാൾ പോയി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഓൺലൈൻ തട്ടിപ്പുകാരെ കണ്ടുപിടിക്കാനും അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നതൊക്കെയാണ് ഈ മൂവിയുടെ സ്റ്റോറി ലൈൻ. ഇത് നല്ലൊരു ആക്ഷൻ മൂവി തന്നെയാണ്. മൂന്നാമത്തെ മൂവി 2014 ഇറങ്ങിയ ദി കിങ്സ്മാൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവിയിൽ കിങ്സ്മാൻ എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് ഏജൻസി ഉണ്ട്. ആ സീക്രട്ട് ഏജൻസിയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെയാണ് ഈ മൂവിയുടെ കോൺസെപ്റ്റ്. കിങ്സ്മാൻ്റെ തന്നെ പല പാർട്ടിലുള്ള മൂവീസും ഉണ്ട്. ഞാൻ പറഞ്ഞത് 2014 മൂവിയാണ്. എനിക്ക് സ്പെഷ്യലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. രണ്ടാമത്തെ മൂവി 2022 ഇറങ്ങിയ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവിയിൽ എന്തുമാത്രം ആക്ഷൻ ഉണ്ട് അതുപോലെ ഡാർക്ക് ഹ്യൂമറും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആക്ഷൻ്റെ കൂടെ ഒരുപാട് ചിരിക്കാനും ഉണ്ട്. ഈ മൂവിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നാൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബ്രാഡ് പിറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ മൂവി തന്നെയാണ് ഇത്. ഈ മൂവി ഒരു നൈറ്റിൽ ഒരു ട്രെയിനകത്ത് നടക്കുന്ന കഥ മാത്രമാണ് ഈ മൂവിക്കകത്തുള്ളത്. ആ ഒരു ട്രെയിനകത്ത് എന്തുമാത്രം ആക്ഷൻ ചെയ്യാൻ പറ്റുമോ അത്ര എല്ലാം കുത്തിക്കയറ്റിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒട്ടും ബോറടിപ്പിക്കത്തുമില്ല. ഒന്നാമത്തെ മൂവി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആക്ഷൻ മൂവീസ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് വരുന്ന ജോൺ വിക്ക് തന്നെയാണ്. ജോൺ വിക്കിന് മൊത്തം 4 പാർട്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് ഇറങ്ങിയ 2014 ആ ആദ്യത്തെ പാർട്ടിലെ കുറച്ച് ഭാഗം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി മൊത്തം ആക്ഷൻസ് മാത്രമാണ് ഈ മൂവിയിലുള്ളത്. അതുകൊണ്ട് ഈ മൂവീനെ ആക്ഷൻ മൂവീസിൻ്റെ ഒരു ബെഞ്ച് മാർക്കായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. എനിക്കറിയാം ഇതിൽ കൂടുതൽ ആക്ഷൻ മൂവീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്ഷൻസ് മൂവീസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.